അപ്പൊ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ഏറ്റവും ബേസിക് ആയ ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ടേം. ദെൻ രണ്ട് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ടേം പഠിക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് ഇൻ ദി നോർമൽ പെർസ്പെക്റ്റീവ് ആൻഡ് ദി ബിസിനസ് പെർസ്പെക്റ്റീവ്. ദെൻ നമുക്ക് ആദ്യം എന്താണ് നോർമൽ പെർസ്പെക്റ്റീവിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് നോർമൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ നമ്മൾ നാഷണൽ പെർസ്പെക്റ്റീവ് എന്ന് പറയും. ഇപ്പൊ ഒരു രാജ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ രാജ്യത്തിലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളാണ്. അപ്പോൾ ഇൻ ദി നോർമൽ പെർസ്പെക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് മീൻസ് ദ പീപ്പിൾ. ഇത് നമുക്ക് ഏടിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനോ പഠിക്കാനോ ഒന്നുമില്ല. നമുക്ക് ബിസിനസ് പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. നമുക്ക് എന്താണ് ബിസിനസ് പെർസ്പെക്റ്റീവിൽ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് they represent the total of the inherent abilities, acquired knowledge, talent and skill of the employees. That is ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ സ്കില്ല്, നോളജ്, എബിലിറ്റി ഇതിനൊക്കെ കൂടി പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സ്. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്തു. പക്ഷെ ആ അപ്പോയിന്റ് ചെയ്ത എംപ്ലോയി ഈ വർക്ക് ചെയ്യാൻ കേപ്പബിൾ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് ആണ് ആ എംപ്ലോയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ആ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ആ എംപ്ലോയിക്ക് ആ വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, നോളജ്, ടാലന്റ്, സ്കില്ല് ഇതൊന്നുമില്ല. അപ്പോൾ ബിസിനസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഇൻഹറന്റ് എബിലിറ്റീസ്, അക്വയർഡ് നോളജ്, ടാലന്റ്സ് ആൻഡ് സ്കിൽ ഓഫ് ദി എംപ്ലോയി. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന മീനിങ്. മിക്കവാറും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു അരമാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. അപ്പൊ ഒന്ന് അത് പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് ദേ റെപ്രസെന്റ് ടോട്ടൽ ഓഫ് ദി ഇൻഹറന്റ് എബിലിറ്റീസ്, അക്വയർഡ് നോളജ്, ടാലന്റ്സ് ആൻഡ് സ്കിൽ ഓഫ് ദി എംപ്ലോയീസ്. ഇതാണ് ഒന്നാമത്തെ ടോപ്പിക്. നമുക്ക് ഇനി രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. മിക്കവാറും ഒട്ടുമിക്ക എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ച ഒരു ചോദ്യമാണ് ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ദാറ്റ് ഈസ് നമ്മൾ സിംപ്ലി നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡെഫിനേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. പക്ഷെ പരീക്ഷയ്ക്ക് നമ്മൾ അത് എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചിട്ട് നിർബന്ധമായും എഴുതി വെക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എഡ്വിൻ ബി ഫ്ലിപ്പോന്റെ ഡെഫിനേഷൻ ആണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് according to Edwin B. Flippo, human resource management is the planning, organizing, directing and controlling of procurement, development, compensation, integration, maintenance and reproduction of human resource to the end that individual, organizational and social objectives are accomplished. വലിയ ഡെഫിനിഷൻ ആണ്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ടഫായിട്ട് നമുക്ക് തോന്നും. ഒരു ഡെഫിനിഷൻ, ഒരു സെന്റൻസ് ആണ്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. ഇത് പഠിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. ഡെഫിനിഷനെ മൂന്നായിട്ട് നമുക്ക് മുറിക്കാം. അതിനുശേഷം അതിന്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോവാം. മൂന്നായി മുറിക്കുക പറയുമ്പോൾ ഒന്ന് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്. രണ്ടാമത്തത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ്, റിപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. മൂന്നാമത്തത് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻ നമുക്ക് മുറിക്കാം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അത് പഠിക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ സെൻസിൽ അതായത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു എംപ്ലോയീസിനെ മാനേജ് ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് ആണ് രണ്ടാമത്തെ പോയിന്റ് നോക്കുക. അതായത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ പ്രധാനപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിൽ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എംപ്ലോയിയെ ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയി നമ്മൾ പിന്നീട് ഇത് പഠിക്കും. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എബിലിറ്റീസ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ്, ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട്.
ദെൻ അതുപോലെ തന്നെ കോമ്പൻസേഷൻ, ദാറ്റ് ഈസ് അവരുടെ റെമ്യൂണറേഷൻ മാനേജ്മെന്റ് ആണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് വിളിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഇന്റഗ്രേഷൻ, എംപ്ലോയീസിനെ നമ്മൾ ഏകീകരിക്കണം. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് മെയിൻ്റനൻസ്, അവർക്ക് ആവശ്യമായ പിന്നെ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്ത് അവരെ നമ്മൾ ഓർഗനൈസേഷനിൽ നിലനിർത്തണം. ദെൻ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ദാറ്റ് ഈസ് കൂടുതൽ എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യണം. ദെൻ നിലവിലുള്ള എംപ്ലോയീസിനെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് അവരുടെ എബിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ്, ദാറ്റ് ഈസ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഈ 6 കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് ആക്ടിവിറ്റീസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഈ 6 കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുക. ദാറ്റ് ഈസ് ദ മാനേജ്മെന്റ് ഓഫ് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യുക. മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ മാനേജൽ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. അപ്പൊ രണ്ടും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ദാറ്റ് ഈസ് മാനേജ്മെന്റ് ഓഫ് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത് നമുക്ക് ഒന്ന് വലിച്ചു നീട്ടാം. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് and controlling of the procurement, development, compensation, integration, maintenance and reproduction of human resource. എന്തിനു വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്? To the end that individual, organizational and social objectives are accomplished. അതായത് ഈ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യണം, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യണം, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യണം. ഇത് 3 അക്കംപ്ലിഷ് ചെയ്തുകൊണ്ട് ഭംഗിയായി ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഒന്നുകൂടി പറയാം. ദാറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഇതാണ് ആദ്യത്തെ പോർഷൻ. രണ്ടാമത്തത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, integration, maintenance and reproduction of human resource. Then എന്തിനു വേണ്ടിയിട്ടാണ്? To the end that individual, organizational and social objectives are accomplished. അപ്പോൾ ഡെഫിനിഷൻ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഒന്ന് പറഞ്ഞു നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് is the planning, organizing, directing and controlling of procurement, development, compensation, integration, maintenance and reproduction of human resource to the end that individual and social objectives are accomplished. അപ്പോൾ ഈ ഡെഫിനിഷൻ കോട്ട് ചെയ്ത ആളുടെ പേര് എഡ്വിൻ ബി ഫ്ലിപ്പോ എന്നാണ്. ആ പേര് ഓർമ്മിച്ച് വെക്കുക. ഇനിയും നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഈ പേര് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ഡെഫിനിഷൻ പഠിക്കണം. 3 പോർഷൻ ആക്കി മാറ്റിയതിന് ശേഷം ഈ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇതാണ് ഡെഫിനിഷനെ സംബന്ധിച്ചിട്ട്, ഡെഫിനിഷൻ അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ള ടേമിനെ സംബന്ധിച്ച് പറയാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോൾ 7 ഫീച്ചേഴ്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഫീച്ചർ മാനേജീരിയൽ ആക്ടിവിറ്റി. തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഒരു ഭാഗമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ 5 പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദി എസെൻഷ്യൽ കോമ്പോണന്റ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ്. സെക്കൻഡ് പോയിന്റ്, ഗോൾ ഓറിയന്റഡ്. ഡെഫിനിഷൻ പറയുന്നത് ഡെഫിനിഷന്റെ അവസാനത്തെ പോർഷൻ കുറച്ച് കഴിഞ്ഞ വീഡിയോ കേട്ട ഉടനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുന്നുണ്ടാവും. എന്താ അത്? ദാറ്റ് ഈസ് ടു ദ എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആർ അക്കംപ്ലിഷ്ഡ് എന്നാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റൺ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ് അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, HRM എയിംസ് ടു അച്ചീവ് ദി ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡിവിജ്വൽ, ഓർഗനൈസേഷൻ ആൻഡ് ദി സൊസൈറ്റി. തേർഡ് പോയിന്റ്, പെർവാസീവ്. ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പ്ലാനിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാനിങ്ങിന്റെ ഫീച്ചറിൽ നമ്മൾ ഇത് പഠിക്കുന്നുണ്ട്, പെർവാസീവ്നെസ്. ദാറ്റ് ഈസ് എന്താ പെർവാസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ഓവർ ടു ഓൾ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അതിന്റെ. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എല്ലാ ലെവലിലും വർക്ക് ചെയ്യുന്ന
ഒരു മാനേജറിയൽ ആക്ടിവിറ്റിയാണ്. അതായത് ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവലുള്ള എല്ലാ സ്ഥലത്തും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ സ്ഥലത്തും ഹ്യൂമൻ റിസോഴ്സ് ഒരു ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട്, എംപ്ലോയീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ഓൾ ഏരിയ വേർ ദ പീപ്പിൾ എലമെന്റ് ഈസ് ഇൻവോൾവ്ഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതും നമ്മൾ പ്ലാനിങ് പഠിക്കുന്ന സമയത്ത് പ്ലാനിങ്ങിന്റെ ഒരു ഫീച്ചർ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരിക്കലും എൻഡ് ചെയ്യില്ല. കാരണം ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ബിസിനസ് ഉള്ളിടത്തോളം കാലം അവിടെ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. ഇറ്റ് functions until the enclosure of the business. Then next one, people centered. ഞാൻ പറഞ്ഞു, simply human resource management refers to management of human resource or management of people within an organization. അപ്പോൾ ഇതൊരു പീപ്പിൾ സെന്റേർഡ് ആക്ടിവിറ്റി ആണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ടോപ്പ് ലെവൽ മുതൽ ബോട്ടം ലെവൽ വരെയുള്ള എല്ലാ പീപ്പിൾ ഇൻവോൾവ്മെന്റ് ഉള്ള അല്ലെങ്കിൽ എംപ്ലോയി ഇൻവോൾവ്മെന്റ് ഉള്ള എല്ലാ സ്ഥലത്തും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഓൾ കാറ്റഗറീസ് ഓഫ് പേഴ്സണൽ, ദാറ്റ് ഈസ് പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസ്, ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എപ്പോഴും അവിടുത്തെ എംപ്ലോയീസിന് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും ഗ്രോത്തിനും വേണ്ടിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതാണ് ഇവർ പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് പറയാം, ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ ദി പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആർ ഡിസൈൻഡ് വിത്ത് എ വ്യൂ ടു ഫെസിലിറ്റേറ്റ് ദി എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഗ്രോത്ത്. ദെൻ ഏഴാമത്തെ പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അതായത് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാവും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എപ്പോഴും എംപ്ലോയി ഡെവലപ്മെന്റ് ആണ് അവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അതായത് അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് അതുപോലത്തുള്ള പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അവരുടെ എബിലിറ്റീസ് അവരെന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ബൈ ഇംപ്രൂവിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ത്രൂ ദി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്. ഇങ്ങനെ 7 ഫങ്ഷൻസ് ആണ്, ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഞാൻ ഒന്നുകൂടി 7 ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തെ ഫീച്ചർ മാനേജീരിയൽ ആക്ടിവിറ്റി, രണ്ടാമത്തെ ഫീച്ചർ ഗോൾ ഓറിയന്റഡ്, മൂന്നാമത്തെ ഫീച്ചർ പെർവാസീവ്നെസ്, നാലാമത്തെ ഫീച്ചർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അഞ്ചാമത്തെ ഫീച്ചർ പീപ്പിൾ സെന്റേർഡ്, ആറാമത്തത് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ, ഏഴാമത്തത് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഈ 7 പോയിന്റും എഴുതാൻ പറ്റുന്നുണ്ടോ, കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക.